കുട്ടി പട്ടുമാലിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് തുടങ്ങാം. അതിന് ഞാൻ മാത്രം തയ്യാറായി പോരാ, നമ്മുടെ കണ്ടസ്റ്റൻസ് മാത്രം തയ്യാറായി പോരാ, നമുക്ക് നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം റഹ്നത്ത, ഫിറോസിക്ക, സജ്ല. ഇനി നമുക്ക് സ്വാഗതം ചെയ്യേണ്ടത് ദ ബാക്ക് ബോൺ ഓഫ് കുട്ടി പട്ടുമാൽ, our orchestra members. അപ്പോൾ ഇപ്പൊ നമ്മളെല്ലാവരും വളരെ സന്തോഷകരമായ നിമിഷത്തിലാണ്. അപ്പൊ ഏതായാലും ഇതിന് ഇത്രയും കൂടെ മധുരം പകരാനായിട്ട് ഞാൻ വളരെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ഫിറോസിക്കെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് നമുക്കായിട്ട് ഒരു മനോഹരമായ ഒരു ഗാനം ആലപിക്കുന്നതിനായി. സോ ലെറ്റ്സ് വെൽക്കം ഫിറോസിക്ക ഓൺ ടു ദി ഡൈസ്. കുട്ടികളെ വെച്ചുള്ള മാപ്പിളപ്പാട്ടിൻ്റെ ഒരു വലിയ പ്ലാറ്റ്ഫോം ഇത് ആദ്യമായിട്ടാണ് നമ്മൾ പ്രേക്ഷകർ കാണാൻ പോകുന്നത്. അതൊരു അനുഭവം തന്നെയായിരിക്കും. അവരെന്ത് പാടിയാലും എന്ത് കളിച്ചാലും എന്ത് പറഞ്ഞാലും അതെല്ലാം അത്ഭുതങ്ങളാണ്. അങ്ങനത്തെ കുറേ അത്ഭുത കുട്ടികളെയാണ് നമ്മൾ ഇനി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കൊടുക്കുന്നത്. വളരെ സന്തോഷം. ഇക്ക, അപ്പൊ ഏതായാലും ഈ ഒരു അത്ഭുത നക്ഷത്രങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 4 വരി പാടാമോ? ഞാൻ കുട്ടികൾക്ക് വേണ്ടി ഒരു മെലഡികളെ കുറിച്ചുകൂടി ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി കൂടി എന്ന് പറയാം. എൻ്റെ ആദ്യത്തെ കാസറ്റ്, ഞാൻ ആദ്യമായിട്ട് പാടുന്ന 83-ൽ ആദ്യമായിട്ട് പാടുന്ന കാസറ്റ് ലബൈക്ക് ഓക്കുപായിട്ട് സംഗീതത്തിൽ അന്ന് പാടിയ ഞാൻ ട്രാക്കാണ് സതീഷ് ബാബുട്ടിന് വേണ്ടി അന്ന് പാടി വെച്ചൊരു പാട്ട്. പകലന്തി ഞാൻ കിനാവ് കണ്ടതും തുടങ്ങുന്നൊരു പാട്ട്. പകലന്തി ഞാൻ കിനാവ് കണ്ട് പച്ച പനങ്കിളിയേ കൊതിച്ചും കൊണ്ട് പറന്ന് പോയി നീ മറഞ്ഞതെന്തേ ഒന്നും പറയാതെ നീ പിരിഞ്ഞതെന്തേ. ഒരുമിച്ചോത്ത് പഠിച്ചു അന്ന് നമ്മൾ ഒന്നായി തന്നെ വളർന്ന് വന്ന്. ഒരുമിച്ചോത്ത് പഠിച്ചു അന്ന് നമ്മൾ ഒന്നായി തന്നെ വളർന്ന് വന്ന്. ഒരിക്കൽ പോലും പിരിയില്ലെന്ന് തമ്മിൽ ഉറപ്പിച്ചു നാം കഴിഞ്ഞ് പോന്ന്. ഒരിക്കൽ പോലും പിരിയില്ലെന്ന് തമ്മിൽ ഉറപ്പിച്ചു നാം കഴിഞ്ഞ് പോന്ന്. പകലന്തി ഞാൻ കിനാവ് കണ്ട് പച്ച പനങ്കിളിയേ കൊതിച്ചും കൊണ്ട്. ഇന്നത്തെ എപ്പിസോഡിന്റെ ആരംഭം തന്നെ നമ്മുടെ മനസ്സുകളെല്ലാം വളരെ കുളിർമയേൽപ്പിച്ചുകൊണ്ടുള്ള ഒരു ഗാനമായിരുന്നു നമ്മുടെ ഫിറോസ്ക നമുക്കായി പാടിത്തന്നത്. ഏതായാലും ഇനി നമുക്ക് നമ്മുടെ കോമ്പറ്റീഷൻസിലേക്ക് കടക്കാനുള്ള സമയമായിരിക്കുകയാണ്. ആദ്യം തന്നെ നമുക്ക് വിളിക്കാനുള്ളത് യുമ്നയാണ്. അപ്പൊ ഏതായാലും യുമ്ന കുട്ടിയെ സ്വാഗതം ചെയ്യുന്നു. ഹായ്, എൻ്റെ പേര് യുമ്ന. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഈ കുട്ടിപ്പട്ടുമാലിൽ നിങ്ങളൊപ്പം ഞാനും ഉണ്ടാകും. സത്യം പറഞ്ഞ ഇപ്പൊ എന്താ പറയണ്ടെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, നമ്മുടെ കുട്ടി പട്ടുമാലിലെ ഒരുപാട് യങ്ങർ കണ്ടസ്റ്റൻസ് ഒരു 2-3 പേരേ ഉള്ളൂ. അവരിൽ ഏറ്റവും കുഞ്ഞിതായിട്ടുള്ള കണ്ടസ്റ്റന്റ് ആണിത്. ഒരു ചക്കരുമ്മ തരട്ടെ. ഈ മാല എനിക്ക് തരുമോ ഒരു എപ്പിസോഡ് ഇടാനായിട്ട്?
എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ ജഡ്ജസിന്റെ അടുത്ത് പറയും മാർക്കൊന്നും ഇടണ്ടാന്ന് പാടി കഴിയുമ്പോ. തരുവോ? ഈ ഡ്രസ്സ് ആരാ തയ്പ്പിച്ചത്? തയ്പ്പിച്ചതാണോ മേടിച്ചതാണോ റെഡിമെയ്ഡ് ആണോ? എന്ത് പറഞ്ഞാലും ഓൺലി ആക്ഷൻസ്. ഓക്കെ, പാട്ട് പാടുമ്പോഴും എങ്ങനെയായിരിക്കോ? ഏത് ക്ലാസ്സിലാ പഠിക്കണേ? 2-ലാണോ പഠിക്കണേ? ഞാൻ വിചാരിച്ചു UKG-ലായിരിക്കും. പാട്ട് പാടാറുണ്ടോ? നീ ഏത് പാട്ടാ പാടുന്നേ? കാത്തരുളും. അതെല്ലേ, ഓക്കെ. അപ്പൊ ഇതെല്ലാം അള്ളാഹു എന്തായാലും കാത്തരുള്ളട്ടെ. അപ്പൊ ഇതെല്ലാം റെഡി, പാടാം. നല്ല കുട്ടിയായിട്ട് നന്നായിട്ട് പാടും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. കാത്തരുളും മുന്നിൽ കാലിലണിന്തൊരു കേറിടം തന്നിൽ കൈവശമുണ്ട് വാനത് താത്തി കോരിടലായേ നേരം കട്ടിയരായ പോലിക്കിന്റെ കൊട്ട നിറച്ചും സ്വരണം കിട്ടിയ പോതിൽ കിണം കൊള്ളി തട്ടി മുറിച്ച് അരണം കൊട്ടപുരണ്ടാവാതും കൽവിയിട്ട് വലിച്ച് ഭരണം കാണുവതായതിലധികം തരുളങ്ങളുമാണേ തരുളങ്ങളുമാണേ കാത്തരുളും പൊലിയാർദിന മുന്നിൽ കാലിലണിന്തൊരു കേറിടം തന്നിൽ കൈവശമുണ്ട് വാനത് താത്തി കോരിടലായേ നേരം കട്ടിയരായ പോലിക്കിന്റെ കൊട്ട നിറച്ചും സ്വരണം കിട്ടിയ പോതിൽ കിണം കൊള്ളി തട്ടി മറിച്ച് അരണം കൊട്ടപുരണ്ടാവാതും കൽവിയിട്ട് വലിച്ച് ഭരണം കാണുവതായതിലധികം തരുളങ്ങളുമാണേ തരുളങ്ങളുമാണേ. താത്തിയ കൊട്ട കോരി നിറച്ച് താരുളരും ഒഴിവാക്കി ക്ഷണത്തിൽ താനവനോടിടമായി സകലം അമിതിട്ട പുരാനേ ചക്രതന്റെ ഗജനക്കൊരിക്കലുമില്ല കുറവ് ഒക്കിലാവത് ഉനക്കെന്നെ നിക്കൊളവിലുണ്ടറിവ് ഒക്കവനെയും മുതലോട് വസ്കതിയാലെ മറിവ് സാധുവിനെ മനസ്സിൽ ഒരു നാളിൽ വെന്തിടുക്കോനേ വെന്തിടുക്കോനേ കാത്തരുളും പൊലിയാർദിന മുന്നിൽ കാലിലണിന്തൊരു കേറിടം തന്നിൽ കൈവശമുണ്ട് വാനത് താത്തി കോരിടലായേ നേരം കട്ടിയരായ പോലിക്കിന്റെ കൊട്ട നിറച്ചും സ്വരണം കിട്ടിയ പോയിൽ കിണം കൊള്ളി തട്ടി മറിച്ച് അരണം കൊട്ടപുരണ്ടാവാതും കൽവിയിട്ട് വലിച്ച് ഭരണം കാണുവതായതിലധികം തരുളങ്ങളുമാണേ തരുളങ്ങളുമാണേ കാത്തരുളും വലിയാർദിന മുന്നിൽ കാലിലണിന്തൊരു കേറിടം തന്നിൽ കൈവശമുണ്ട് വാനത് താത്തി കോരിടലായേ നേരം കട്ടിയരായ പോലിക്കിന്റെ കൊട്ട നിറച്ചും സ്വരണം കിട്ടിയ പോതിൽ കിണം കൊള്ളി തട്ടി മറിച്ച് അരണം കൊട്ടപുരണ്ടാവാതും കൽവിയിട്ട് വലിച്ച് ഭരണം കാണുവതായതിലധികം തരുളങ്ങളുമാണേ തരുളങ്ങളുമാണേ. അങ്ങനെ കുട്ടിപ്പട്ടുമാൽ ഈ ചക്കരക്കുട്ടിയുടെ പെർഫോമൻസ് ആയിരുന്നു നമ്മൾ കേട്ടത്. ശരിക്കും എനിക്ക് തോന്നുന്നു ഈ സെറ്റിലുള്ള എല്ലാവരും, നമ്മുടെ ജഡ്ജസ് ആവട്ടെ, ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസ് ആവട്ടെ, ഇവൺ എല്ലാ ക്രൂ മെമ്പേഴ്സ് ഒരു മിനിറ്റ് കൈ വെറുതെ വെച്ചിട്ടില്ല. എല്ലാവരും ത്രൂ ഔട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് മോളു തകർത്ത് പാടി കേട്ടോ. ഇത് ആരാ പഠിപ്പിച്ചെന്നേ? ഉമ്മ. എനിക്ക് തോന്നി, കാരണം ഇങ്ങോട്ട് ഇവിടെ ഒന്ന് ടെൻഷൻ അടിക്കണേക്കാൾ ഉമ്മ അവിടെ നിന്ന് ടെൻഷൻ അടിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ത്രൂ ഔട്ട് കൂടെ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിവേ ആൻറ്റി, നൈസ് ജോബ്. ആൻഡ് ഇത് നമുക്ക് ചോദിക്കാം. ചോദിക്കട്ടെ, രഹനത്ത എന്താ ഞാൻ പറയാ? ഇതെങ്ങനെ ഇതൊക്കെ പഠിച്ചെടുത്തു എന്ന് ഞാൻ ആലോചിച്ച ആദ്യം.
എനിക്ക് ആ സ്പീഡ് വരുന്ന ഭാഗം ഒരുപാട് ഇഷ്ടമായി മോളെ. നല്ല രസമുണ്ടായിരുന്നു മോളെ ആ ഒരു സ്റ്റൈലും ആ പാടുന്നതും. എന്നാലും മൊത്തം നല്ല ഭംഗിയുണ്ട് കേട്ടാ. മോളെ കാണാൻ നല്ല സുന്ദരി കുട്ടി. ഇങ്ങനെ ഇത് പഠിച്ചു എത്ര ദിവസം എടുത്തു ബൈ ഹാർട്ട് ചെയ്യാൻ? കുറേ ദിവസം എടുത്തു. ഒരു ക്വസ്റ്റ്യൻ ആൻസറൊക്കെ പഠിക്കുന്നേക്കാളും ടൈം എടുത്തോ? 2 ആയിട്ടുള്ളൂ. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ആ ഉടുപ്പൊക്കെ ഒത്തിരി ഇഷ്ടമായി കേട്ടാ. അത് ഉമ്മയാണോ സെലക്ട് ചെയ്ത്? ആണോ? എല്ലാം പാട്ടും ഒക്കെ ഉമ്മ തന്നെ ചെയ്തു തരാ? മോളങ്ങനെ ഉടുപ്പ് അങ്ങനെ ഇന്നെ വേണമെന്നൊന്നും പറയില്ല? എൻ്റെ ഉമ്മ എടുക്കലാണ്. അങ്ങനെ എടുക്കലല്ലേ. എന്തായാലും നന്നായിരുന്നു കേട്ടോ. ആ ഒരു കുഞ്ഞു പ്രശ്നം. എന്നാലും നമുക്ക് പിന്നെ ഒരു 2 അതാ ഞാൻ എന്താ പറയാന്ന് പറഞ്ഞിട്ടാ തന്നെ പറഞ്ഞേ. എന്നാലും നല്ലൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. മോളുടെ ആ ഒരു ഏജിനും മോളുടെ ആ ഒരു ലുക്കിനും ഒക്കെ കൂടെ ആയിട്ട് നമുക്ക് സ്റ്റേജിലൊരു നല്ലൊരു കളർഫുൾ ആയിരുന്നു കേട്ടോ. സജില, കുട്ടി പട്ടുമാലി കുട്ടിയുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കുട്ടിപ്പട്ടുമാലിലെ ഏറ്റവും ചെറിയ മോളാണ് അല്ലേ. ഞാൻ ക്യൂട്ടീന്ന് വിളിക്കാം. നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാന്. ഡ്രസ്സൊക്കെ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ പാട്ട് മോളുടെ പ്രായത്തിൽ പാടാൻ പറ്റുന്ന മാക്സിമം മോള് പാടിയിട്ടുണ്ട്. എനിക്കും ആ സ്പീഡ് പോർഷൻ നല്ല രസമുണ്ടായിരുന്നു. ഞാനിവിടെ ഇങ്ങനെ കൈയടിക്കായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു മോളു. ഞാനൊന്നും എഴുതിയിട്ടില്ല കേട്ടോ. താങ്ക് യു സജില, താങ്ക് യു സോ മച്ച്. ഫിറോസിക്ക, എങ്ങനെ ഉണ്ടായിരുന്നു യുമ്നയുടെ സോങ്ങും പെർഫോമൻസും? യുമ്നക്കുട്ടി ഗംഭീരായിരുന്നു കേട്ടോ. ഉഷാറായി. മോള് കുറച്ച് നല്ല പ്രയാസമുള്ള പാട്ട് തന്നെ എടുത്തത് കേട്ടോ. ട്രഡീഷണൽ പദപ്രയോഗങ്ങളൊക്കെ ഉള്ള ഒരു പാട്ട്, കുറച്ച് പ്രയാസമുള്ള പാട്ട് തന്നെയാണ്. അത് എത്തിച്ച് പാടി, മനോഹരമായിട്ട് പാടി. ഡ്രസ്സും ഒരു പൂവ്, ഞാൻ ഇവിടുന്ന് അവിടെ ഒരു പൂവുണ്ടല്ലോ ഡ്രസ്സിൽ, ഇവിടെയുണ്ട്, പിന്നെ മുഖത്തും ഒരു റോസപ്പൂ. ഞാൻ ഇവിടുന്ന് ഒരു പൂവ് എറിയുന്നു മോൾക്ക്. പിടിച്ചോ. കിട്ടി, എറിഞ്ഞു കേട്ടോ. ഗംഭീരായിരുന്നു കേട്ടോ. നന്നായി പാടി. നല്ലൊരു പാട്ടുകാരിയാവും കേട്ടോ. ഒരുപാട് നല്ല പാട്ടുകൾ ഉമ്മയോടും ഉപ്പയോടും എടുത്ത് പഠിപ്പിച്ച് തരാൻ പറയണം. ഞാനും അവരോട് പറയുന്നു കേട്ടോ. പറഞ്ഞുകൊണ്ടേയിരിക്കും. നല്ല പാട്ടുകൾ, നല്ല ആഴമുള്ള പാട്ടുകൾ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റണം. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ആൻഡ് താങ്ക് യു ഓൾ ജഡ്ജസ്. യുമ്ന, ഇതെന്താണ് സംഭവം? നമ്മുടെ ജഡ്ജസ് ആരും ഒന്നും എഴുതി വെച്ചിട്ടില്ല. എന്തെങ്കിലും മന്ത്രം ചെയ്തോ? പാടി അവരെയൊക്കെ എന്താ പറയാ, ശരിക്കും അട്രാക്ട് ചെയ്തു. അവരെല്ലാം എഴുതി വെക്കാൻ മറന്നുപോയി. യുമ്നയുടെ ഫേസിലും യുമ്നയുടെ പാട്ടിലും ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഈ ടെക്നിക്ക് ആർക്കും പറഞ്ഞു കൊടുക്കണ്ട കേട്ടോ. അച്ചോടാ, സോ ക്യൂട്ട്. അപ്പൊ ഇതായാലും നമുക്ക് ഇനി മാർക്സിലേക്ക് പോവാം. അപ്പോ 35 ആദ്യമായിട്ട് നമുക്ക് ഫിറോസിക്ക് എത്ര മാർക്കാണ് തരുന്നതെന്നുള്ളത് ചോദിക്കാം. ഫിറോസിക്ക, ഔട്ട് ഓഫ് 35, 32. 32 മാർക്സ് ഔട്ട് ഓഫ് 35. ഇനി നമുക്ക് റഹ്നത്തേരെടുത്ത് ചോദിക്കാം. 35 എത്ര മാർക്കാണ് യുമ്നക്കുട്ടിക്ക്, ഈ ബാർബി കുട്ടിക്ക് കൊടുക്കാൻ പോകുന്നത്? 31. 31 on 35 and out of 20 സജില. ഞാൻ എന്തായാലും അവിടെ വന്നിട്ട് പറയാം. ഓക്കെ, പ്ലീസ്. എനിക്ക് എന്തായാലും മോളുടെ പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. മോളുടെ ഈ പ്രായം പരിഗണിച്ചും മോള് നന്നായിട്ട് ബൈഹാർട്ട് ചെയ്തിട്ടൊക്കെ പാടിയില്ലേ, അതിന് എൻ്റെ വക 17 വേണോ 18 വേണോ? നല്ല ബോൾഡായിട്ട് പറ, എന്നാലും ഞാൻ കിട്ടും. 17 മതി. ഒരു മിനിറ്റ്, ഏത് സ്കൂളിലാ പഠിക്കുന്നത്? 17-നെക്കാട്ടും കൂടുതലാണ് 18. കുട്ടിക്ക് കുറവ് മാർക്ക് മതി. അപ്പൊ 17 മതി. നമുക്ക് അടുത്തത് പാടാൻ വരുന്ന കുട്ടിക്ക് 18 കൊടുക്കാം കേട്ടോ. അപ്പൊ എങ്ങനെയാ, 17 മതിയില്ലേ? മതിയോ? എന്നാ പറ, 18 വേണോ? 18. ഓക്കെ, താങ്ക് യു സജില, താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മുടെ ജഡ്ജസ് മോൾക്ക് നൽകിയിട്ടുള്ള മാർക്സ് 81 on 90. ഗ്രേറ്റ് സ്കോർ ആണ്. ആൻഡ് അത് മാത്രമല്ല, ഇനി ഔട്ട് ഓഫ് 10 ടോട്ടൽ 100 ആവണമെങ്കിൽ ഇനി 10 നമ്മുടെ ജഡ്ജസ് ഒരു മാർക്കും കൂടെ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സെറ്റിൽ കയറിനേക്കാളും മുന്നേ, അതായത് ഇങ്ങോട്ട് സ്റ്റേജിൽ കയറിനേക്കാളും മുന്നേ ഇവിടെ മൊത്തം ഇങ്ങനെ കറങ്ങി നടന്ന് പറയായിരുന്നു എനിക്ക് ടെൻഷൻ ആവണു. ഇനി അങ്ങനെ പറയൂ അടുത്തവണ പാടാൻ വരുമ്പോ? ഇല്ല, ടെൻഷനൊക്കെ മാറിയല്ലേ? എന്നാ പല്ലൊന്ന് കാണിച്ച് ചിരിച്ചിട്ട് നമുക്ക് പോവാം. അച്ചോ, ഓക്കെ. അപ്പൊ ഇതിൽ അടുത്ത റൗണ്ടിൽ കാണാം. ബൈ, താങ്ക് യു.